എപ്പോഴും ഒറ്റയ്ക്കാന്ന് തോന്നണല്ലേ കളിക്കണത്? പാവം പാവം പാവം. അല്ല, ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും കസിൻ ഉണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ട് സിബ്ലിങ്സ് ഉള്ളതിന്റെ അത്ര എന്തായാലും വരില്ലല്ലോ. പാവം. നമുക്കൊക്കെ ചെറുപ്പത്തിൽ കളിക്കാനായിട്ട് കുറേ പേരുണ്ടായിരുന്നല്ലോ. അതിന് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഒറ്റയ്ക്കല്ലേ നടക്കുന്നത്. മോന് ബേബീന് വേണോ? വേണോ? ബേബീന് വേണോ മോന്? നോക്കണുണ്ടോ? അമ്മയുടെ അടുത്ത് പറട്ടാ ബേബീനെ തരാനായിട്ട്. ഇങ്ങനെ നടന്നാ മതിയോ മമ്മി? ഒരു ബേബീനൊക്കെ തരണ്ടേ? ഡോക്ടറെ കാണിച്ചായിരുന്നോ? അവർക്കൊക്കെ ബേബിമാരുണ്ടോ? അയ്യോ, അപ്പൊ എന്റെ കുഞ്ഞിന് മാത്രമാണോ ബേബി ഇല്ലാത്തത്? നമ്മുടെ അടുത്ത വീട്ടിൽ അഞ്ജു ഇല്ലേ? അഞ്ജുവിന് 40 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ബോധോദയം വന്നത് രണ്ടാമതൊരു കുട്ടി വേണമെന്ന്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി വല്ലതും നടക്കോ? വേണ്ടാന്ന് വെച്ചതാണോ? ആ കസിനില്ലേ, ആ കസിൻ 45 വയസ്സായി കഴിഞ്ഞപ്പോൾ IVF ചെയ്തു. 25 ലക്ഷം രൂപയെങ്ങാണ്ടാണ്. IVF ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത് കുട്ടി ഉണ്ടായത്. ആ പ്രായത്തിലാണ് അത്ര ബോധം വന്നത് കുട്ടി വേണമെന്ന്. പണ്ടുള്ളവരൊക്കെ ഒരു മിനിമം 3 കുട്ടികളെങ്കിലും 4 കുട്ടികളെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 3, 4 ഒന്നും വേണമെന്നില്ല, എന്നാലും ഒരു 2 കുട്ടികളെങ്കിലും ഒരു മിനിമം വീട്ടിൽ ഉണ്ടാവണ്ടേ? വലുതായി കഴിയുമ്പോഴും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവണ്ടേ? ഇങ്ങനെ ഒരാൾ മാത്രമായിട്ട് കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതൊക്കെ ഒരു കുട്ടിയും കൂടെ വേണമായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് മനസ്സിലാവില്ല. നോക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യമുള്ള സമയത്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി തരും. അതൊക്കെ ഇപ്പൊ തോന്നണതല്ലേ. രണ്ടാമതൊരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അവർ ഒരുമിച്ച് കളിക്കും, പിന്നെ നോക്കാൻ സുഖമായിരിക്കും.